ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ്. ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സിഹ്ഹതു, ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് യുവതിയുവാക്കൾ ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തത് വൽ ഫറാ, ഒഴിവുള്ള സമയങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ, ഒന്നവന്റെ ആരോഗ്യം, മറ്റൊന്ന് വൽ ഫറാ, ഒഴിവുള്ള വേളകൾ. സയ്യിദുനാ റസൂലുള്ളാഹി ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ശരിയല്ലേ? സത്യത്തിൽ എത്ര ചെറുപ്പക്കാരന്റെ മുന്നിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ടവെക്കാത്തവർ, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവർ, പുരുഷന്മാർ ജമാഅത്തിന് ശ്രദ്ധിക്കാത്തവർ, സ്ത്രീകളെ തന്നെ ആദ്യ വഖത്തിന് ഗൗനിക്കാത്തവർ. നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം, ളുഹർ നമസ്കാരം അവർ അസറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ആഖിബത്ത് മോശമായി തീരും. നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, സലാസുൻ ലാ തുഖ്ബലു മിൻഹും സ്വലാത്താ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 3 കൂട്ടരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല, ഖബൂലാക്കുകയില്ല. 3 കൂട്ടരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ്. അദ്ദേഹത്തിന് നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട്. അവരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട് കൂടുതലുണ്ട്. നമ്മൾ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. മൂന്ന് കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കും. 3 കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് ഇടയ്ക്ക് കോമഡി തമാശ പറഞ്ഞൊന്നിരിക്കാൻ സമയമില്ല. എന്റെ പ്രസംഗത്തിൽ അതും ഇല്ലതാനും. ഖുർആനും ഹദീസും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. പാട്ടുപാടി കോമഡി പറയുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു എത്തി നൽകി അനുഗ്രഹിക്കട്ടെ. 3 കൂട്ടരെ അല്ലാഹു സ്വീകരിക്കില്ല, അഥവാ അവരുടെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട്, ചില സഹോദരങ്ങളുണ്ട്, ചില സഹോദരിമാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ളുഹർ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ല വിരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക. മുസല്ല വിരിച്ചിട്ട് സമയപാടായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥലം മുസല്ലയൊക്കെ വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കറക്റ്റ് മൊല്ലാക്ക ബാങ്ക് കൊടുത്തിരിക്കണം അസറിന്. ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്കുക. ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്താ. തീർച്ചയായും നമസ്കാരം അത് സമയബന്ധിതമാണ്, സമയബന്ധിതമത്രേ. സമയത്ത് നിർവഹിക്കണം.
ചരിത്രത്തിൽ കാണാം, ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ്. അവരുടെ ജനാസ കുളിപ്പിക്കുകയാണ്, കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുകയാണ്. ആങ്ങളെയാകുന്ന സ്വഹാബിയാകുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സമയമാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന് ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബറിൽ തീയിടുന്നത് പോലെ വല്ലാത്ത ചൂട് കാരണമാകുകയാണ്. ഖബറിൽ തീ കാണപ്പെടുകയാണ്. ഓടി വരികയാണ് ഈ സ്വഹാബി വര്യൻ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് ഉമ്മ? അവൾ ജീവിതത്തിൽ വല്ല മോശത്തരം ചെയ്യുന്നവളാണോ? ഉമ്മ പറയുകയാണ്, വല്ലാഹി ലാ അദിരി, പൊന്നുമോനെ എനിക്കറിയില്ല. അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ്, ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ്, ഉംറ നിർവഹിച്ചിട്ടുള്ളവളാണ്. പക്ഷേ ഒരു കാര്യം അവളിലുണ്ട്, അവൾ നമസ്കാരത്തെ തഖീർ ചെയ്യുന്നവളാണ്, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ ഈ ഖബറിൽ തീയിട്ട് ചുടുന്നു? ഇത് പുരുഷന്മാർക്കുണ്ടാവും, അല്ലാതെ പെണ്ണല്ലേ നമുക്കൊന്നും ഉണ്ടാവൂല എന്ന് കരുതണ്ട, നമുക്കുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്ത്വനമായി ഉണർത്തിയതാണ്. നമസ്കാരം ഏറ്റവും വലിയൊരു അമലാണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അസ്സലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നമസ്കാരം എന്ന് പറഞ്ഞില്ല. അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് നമുക്ക് തെറ്റിയത്. നമ്മൾ അസ്സലാ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്ത് കേട്ടില്ല? ലിവഖ്തിഹാ എന്നുള്ളതാകുന്ന ഇത് കേട്ടില്ല. അവിടെ നമുക്ക് പറ്റിയത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ആഖിബത്ത് മോശമായി തീരും, അന്ത്യം മോശമായി തീരും. ഈ ദുനിയാവിൽ നിന്നുള്ള വിടപറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം, മോഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇന്നവര് ഖബറിൽ കിടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല. മക്കളെ നമസ്കരിക്കണേ. മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികളൊക്കെ ഈ ഖബറിൽ കിടക്കാൻ. അവരിന്ന് ഖബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല, കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ പോയി. ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട്, മാറ്റിയെടുക്കാൻ സമയമുണ്ട്, മാറാൻ സമയമുണ്ട്. നമ്മളൊന്ന് റെഡിയായാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല ദുആ ഏതാണ്? ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? فقال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, സല്ലിൽ അഫ്വ വൽ ആഫിയ, നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഗൗനിക്കണേ. കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ പൊരുവയലത്തെ കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാ. അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ചു ഗുളികയാണ്. പല അസുഖങ്ങളും പേറിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങളെ ആർക്കും ആവശ്യമില്ല. അല്ലാഹുവേ, നീ ചോദിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. സല്ലിൽ അഫ്വ വൽ ആഫിയ, നീ ചോദിക്കേണ്ടത് ശരീരത്തിന്റെ സൗഖ്യമാണ്, ആരോഗ്യമാണ്. എപ്പോഴും ചോദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.